പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപാഭിഷേകത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില വചനഭാഗത്തേക്കാണ് ഇന്ന് വരിക. വളരെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കേൾക്കാം. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം യേശു കൊടുത്ത് പ്രാർത്ഥിച്ച് ആരാധനയോടുകൂടി നമുക്ക് കർത്താവിൻ്റെ കൃപ വാങ്ങിച്ചെടുക്കാം. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വചനം. അവർ അവനെ കൊണ്ടുവന്ന് സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തി. പ്രധാന പുരോഹിതൻ അവരോട് ചോദിച്ചു, ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പസ്തോലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വചനങ്ങൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. പ്രതികൂല സാഹചര്യം വരുന്ന സമയത്ത് അപ്പോസ്തലന്മാർ ധൈര്യപൂർവ്വം സമൂഹ മധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. പത്രോസ്ലീഹ വലിയ അപകടത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് ധൈര്യപൂർവ്വം പറയുക, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. അത് ഈ കാലയളവിൽ എല്ലാവരും മനസ്സ് സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. കാരണം നമ്മൾ ഈ ലോകത്തൊരു ദിവസം വിട പറയണം. മനുഷ്യൻ്റെ ജീവിതം വെറും ഒരു മൃഗങ്ങളുടെ ജീവിതം പോലല്ല. മരണാനന്തര ജീവിതമുണ്ട്, നമുക്ക് നിത്യതയിലൊരു ജീവിതമുണ്ട്, ഈശോയുടെ കൂടെയുള്ള ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്, നരകമുണ്ട്. ഇതൊക്കെ സത്യങ്ങളാണ്, കെട്ടുകഥകളൊന്നുമല്ല. ഇപ്പോൾ പത്രോസ്ലീഹ പറയുക, ദൈവം അവനെ ഉയർപ്പിച്ചു. കെട്ടുകഥയല്ല, അവനെ പിതാവ് തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. അത് ഞങ്ങൾ സാക്ഷികളാണ്. അപ്പം അതുകൊണ്ട് അതൊരിക്കലും ഞങ്ങൾ നിർത്തില്ല. ആര് ഭീഷണിപ്പെടുത്തിയാലും, ആര് ഞങ്ങൾക്കെതിരെ എന്തു പറഞ്ഞാലും, ഞങ്ങൾ കൊന്നാലും ശരി, ആ സത്യം ആ വലിയ സത്യം ഞങ്ങൾ പ്രഘോഷിക്കും. അപ്പോൾ മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. പലപ്പോഴും ഒരുപാട് ആളുകൾ മനുഷ്യരുടെ അടിമകളായി തീരുന്നുണ്ട്. അത് പാടില്ല. ദൈവത്തെയാണ് അതിൻ്റെയാണ് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ആരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത്? മനുഷ്യൻ്റെ പ്രീതിയോ ദൈവത്തിൻ്റെ പ്രീതിയോ? ഇപ്പോൾ ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ ദൈവത്തിന് ദാസനാകില്ല. അതായത് യഥാർത്ഥ ക്രിസ്ത്യാനി അത് ക്രിസ്തുവിനെയാണ് പ്രസാദിപ്പിക്കേണ്ടത്, ലോകത്തെയല്ല. ചിലപ്പോൾ നമ്മൾ വചനത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ഒറ്റപ്പെട്ടു പോകും, സഹനം ഉണ്ടാവും. ഈശോ പറയുന്നുണ്ടല്ലോ, അതായത് നിങ്ങൾ പുറന്തള്ളും, എല്ലായിടത്തും നിങ്ങൾ പുറന്തള്ളും, നിങ്ങൾ പേര് ദുഷിച്ചതെന്ന് ആളുകൾ പറയും. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വചനം, മത്തായി 5:10 മുതലുള്ള വചനത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നൊരു വചനമുണ്ട്. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവൻ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെപ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. പീഡനമുണ്ടാവും. ഈശോയുടെ നാമത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ഉത്തിനു വേണ്ടി, നിത്യജീവന് വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അപമാനം ഉണ്ടാവും, പീഡനമുണ്ടാവും, ഒറ്റപ്പെടലുണ്ടാവും. ചിലപ്പോൾ സമൂഹം നമ്മെ പുറത്താക്കും. പക്ഷെ ആ സമയത്തും നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്,
സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അതുകൊണ്ട് മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ദൈവത്തെ അനുസരിക്കുന്നവരാണ് ഭാഗ്യപ്പെട്ട ജീവിതം. ഇത് മനുഷ്യരുടെ അടിമകളായിത്തീരുക. പല ജീവിതങ്ങളുടെ അടിമകളാകാം, ആശയങ്ങളുടെ അടിമകളാകാം, പ്രത്യയശാസ്ത്രങ്ങളുടെ അടിമകളാകാം, പ്രബോധനങ്ങളും. ചിലപ്പോൾ 10 പ്രമാണങ്ങൾക്കും വിരുദ്ധമായ പ്രവാചനങ്ങൾ തരുന്ന അവർ പറയുന്നത് കേൾക്കുന്നു, അവരെ അനുസരിക്കുന്നു. പക്ഷേ സത്യവചനത്തെ, ദൈവവചനത്തെ, നിത്യജീവൻ്റെ വചനത്തെ അത് ഉപേക്ഷിച്ച് കളഞ്ഞു പോകുന്നു. അതാണ് ഈ വചനത്തിൽ കാണാൻ പറ്റും. യോഹന്നാൻ സുവിശേഷം 6:60 വചനത്തിൽ ഈശോ ഈ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഈ വചനം കഠിനമാണ്, ആർക്കത് അനുസരിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അനേകം പേർ അവനെ വിട്ടുപോയി. അതിനുശേഷം ശിഷ്യന്മാർ ഈശോ ചോദിക്കും, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ. നീയാണ് യഥാർത്ഥത്തിലുള്ള രക്ഷകൻ, ദൈവപുത്രൻ, ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വലിയ രക്തസാക്ഷികളായിട്ട് നമ്മൾ മാറണം. നമ്മൾ ദൈവത്തെ, മനുഷ്യരെക്കാൾ ഉപരിയായി ദൈവത്തെ അനുസരിക്കുക. അതായിരിക്കണം നമ്മുടെ പ്രമാണം. ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകത ഈശോയെ അനുഗമിക്കുക. ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്. ഈശോയാണ് എല്ലാം, സർവസ്വം ഈശോയാണ്. പൗലോസ് പറയുന്നത് ഫിലിപ്പി 3:8 ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം മറ്റെല്ലാത്തിനേക്കാളും വിലയേറിയതാകയാൽ ബാക്കി സകലം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കരുതുന്നു. അത് ഈശോയെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടേണ്ടതിനും വേണ്ടി അത്രേ. വീണ്ടും വചനം പറയുന്നുണ്ട്, ലൂക്കാ സുവിശേഷത്തിൻ്റെ 16:13 ഒരു ഭൃത്യന് 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കുക സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും അല്ലെങ്കിൽ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ശേഷിച്ച് പറയുന്നുണ്ട് ലൂക്കാ സുവിശേഷം 16 16 മുതൽ വന്നിട്ട് പറയും, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അത് പ്രവേശിക്കുന്നു. ബലം പ്രയോഗിക്കണം. അതെ, ദൈവത്തെ മാത്രം അനുസരിക്കുമ്പോൾ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രശ്നങ്ങൾ പോലും ഉണ്ടാകും. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ 1 കൊറിന്തോസിൻ്റെ 11 പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഭിന്നതകളുണ്ടെന്ന് ഞാൻ അറിയുന്നു, ഭാഗികമായി ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയും, ഭിന്നതകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. യോഗ്യരായവരെ തിരിച്ചറിയുവാൻ ഭിന്നതകൾ ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയ്ക്ക് 1 സ്ഥാനം കൊടുക്കണം. ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയുള്ള ചില സഹനങ്ങളോട് പോകേണ്ടി വരും. ഹെബ്രായ ലേഖനം 12:1 മുതൽ വചനം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ അലട്ടുന്ന ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തിന് നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ നാഥനും രക്ഷകനുമായ ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. അവൻ അപമാനം വകവയ്ക്കാതെ സന്തോഷത്തോടെ അവൻ കുരിശ് ക്ഷമയോടെ വഹിച്ചു. അവൻ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. അപ്പം നമുക്ക് ചുറ്റും സാക്ഷി വെച്ചാൽ രക്തസാക്ഷികളാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത 10,000 രക്തസാക്ഷികൾ സഭയിലുണ്ട്. അവർ ജീവിതത്തിൽ അവർ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിച്ചു. അവർ ചക്രവർത്തിമാരുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ ഭയം കൂടാതെ സുവിശേഷത്തെ ഏറ്റുപറഞ്ഞു. ആ സമയത്ത് അവർ ശത്രുക്കൾ അവരുടെ തല വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, അവരെ പിടിച്ച് സിംഹ കുഴിയിലോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അവരെ അഗ്നിക്കുഴിയിലേക്ക് ഇട്ടിട്ടുണ്ട്, തീക്കുണ്ടത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും മുമ്പിൽ അവർ അടിപതറാതെ വിശ്വാസം ഏറ്റുപറഞ്ഞു. ഈശോയാണ് ദൈവം, ഈശോയാണ് കർത്താവ്, അവനാണ് നിത്യജീവൻ, അവൻ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു, അവനൊന്ന് ജീവിക്കുന്നു, അവൻ സ്വർഗത്തിലുണ്ട്, സ്വർഗമാണ് ഞങ്ങൾ ലക്ഷ്യം, നിത്യജീവിതമാണ് ഞങ്ങൾ ലക്ഷ്യം. അങ്ങനെ ഒരു ജീവൻ ബലി കൊടുത്ത വലിയ സംഭവമുണ്ട്. ചക്രവർത്തിമാരുടെയും വലിയ താത്വികന്മാരുടെയൊക്കെ മുമ്പിൽ സഭയുടെ വളർച്ചയുടെ കാലഘട്ടം പഠിക്കുമ്പോൾ ഒരുപാട് പീഡനങ്ങളുടെ നടുവിലാണ് സഭ വളർന്ന്. ഒരുപാട് മതപീഡനങ്ങളാണ്. ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അവിടെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ ഭയം കൂടാതെ ഈശോ ഏറ്റുപറഞ്ഞു. അങ്ങനെ ഏറ്റുപറയാൻ നമുക്കിടയാകണം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഏതുതരം പ്രതികൂല സാഹചര്യം, ഏതുതരം ആളുകളും നമ്മുടെ അടുത്ത് വന്ന് ഈശോയിൽ നമ്മൾ അകലാനായിട്ട് ശക്തമായ പ്രേരണ നൽകുമ്പോൾ, പഠനങ്ങൾ തരുമ്പോൾ അതിന് മുമ്പിൽ നീ അടിപതറി വീഴുന്നുണ്ടോ?
എന്ന് ചിന്തിച്ചു നോക്കണം. നിൻ്റെ ജീവിതത്തിൽ ആരെയാണ് നീ അനുസരിക്കുക? മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെ അനുസരിക്കാൻ മനുഷ്യരെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ദൈവത്തെ അനുസരിക്കണം. അല്ലാതെ ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട്, ദൈവവചനം മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യനനുസരിക്കുക. അതുകൊണ്ട് മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ദൈവത്തെ അനുസരിക്കുന്ന ദൈവമക്കളായിട്ട് മാറണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ട തീരുമാനം. അതാണ്. അതുകൊണ്ട് സകല പീഡനങ്ങളുടെ മുമ്പിലും അടിപതനാറ് നിൽക്കുന്ന ആ സഭയെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35 മുതൽ വചനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, വാളോ, ആപത്തോ, നഗ്നതയോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കും, ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈശോയുമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധമാണത്. ഏത് സാഹചര്യം വന്നാലും ഈശോ തള്ളിപ്പറയരുത്. അത്രമാത്രം ഈശോ സ്നേഹിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നിനക്ക് തരട്ടെ. ദുഷ്ടവിശ്വാസികൾ പലതരത്തിൽ പല പഠനങ്ങളായിട്ട് വരും. വിശുദ്ധിക്കെതിരായ പ്രബോധനങ്ങൾ വരും, വിശ്വാസത്തിനെതിരായ പ്രലോഭനങ്ങൾ വരും. പണം, സ്വത്ത്, നേട്ടം, വിവാഹം, സമ്പത്ത്, വീട്, ജോലി ഇതൊക്കെ തരാം, വിശ്വാസം ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഇന്ന് കൂടും, ഭീഷണിപ്പെടുത്തും. നമ്മൾ യേശുവിനെ ഏറ്റു പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇല്ലാതാക്കാനായിട്ട് പല ആളുകൾ പല രീതിയിൽ പല സ്വഭാവത്തോടെ നമ്മൾ അടുത്ത് വരും. കുടുംബത്തിൽ വരാം, മക്കൾ തന്നെ മാതാപിതാക്കൾക്ക് എതിരെ വരും. ഈശോ പറയുന്നുണ്ട്, അങ്ങനെ വരുമ്പോൾ അതായത് ഭിന്നതകളുണ്ടാകും. മാതാപിതാക്കൾ മക്കൾ തമ്മിൽ ഭിന്നതകളുണ്ടാകും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നതകളുണ്ടാകും, സമൂഹത്തിൽ ഭയങ്കര ഭിന്നതകൾ വിതയ്ക്കും. ഈശോയുടെ സുവിശേഷം വരുമ്പോൾ ചില ആളുകൾ അത് സ്വീകരിക്കും, ചില തള്ളിപ്പറയും. അപ്പം അതിൻ്റെ നടുവിലൂടെ പോകേണ്ടി വരും. അപ്പം ആ സമയത്തും ആ ഭിന്നതകളെ മറികടന്ന് കർത്താവിനെ ഏറ്റു പറയാം. ആരൊക്കെ നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം പോയാലും, ആരെല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ കർത്താവിനെ നഷ്ടപ്പെടരുത്, എൻ്റെ ആത്മാവ് നഷ്ടപ്പെടരുത്, എനിക്ക് നിത്യജീവിതം വേണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഉണ്ടാകണം. അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ അവരെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നു. ക്രിസ്തു ശിഷ്യർ ആ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക. നിത്യജീവിതം ഈ ലോകത്തിലെ ക്ഷണികമായ ജീവിതമല്ല അവർ ലക്ഷ്യം. നിത്യജീവിതത്തെയാണ് അവരെപ്പോഴും ലക്ഷ്യം വെച്ചത്. അതുപോലെ നമ്മൾ നിത്യജീവിതത്തെ ലക്ഷ്യമാക്കണം. റോമാലേഖനം 8:18 പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരങ്ങളാണ്. പൗലോസ് പറയുകയാണ്, ഇതൊന്നും കഷ്ടതയായിട്ട് കാണണ്ട. കാരണം നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, ഈശോയെ ഏറ്റുപറഞ്ഞ് ജീവിക്കുമ്പോൾ, സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ സഹനങ്ങളും പീഡനങ്ങളും ദുരിതങ്ങളും വരും. പക്ഷേ ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഈ വചനം സൂക്ഷിക്കണം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരങ്ങളാണ്, നിസ്സാരമായിട്ട് കാണാവുള്ളൂ. റോമാലേഖനം 8:28 പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. അത് വിശ്വസിക്കണം, ഏറ്റുപറയണം. 2 കൊരിന്ത്യർ 5:1 ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിനുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പെടുകയും സ്വർഗീയ വസതി പ്രാപിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ള കാലങ്ങളിൽ സഭയും സഭാ സമൂഹങ്ങളും നേരിടാൻ പോകുന്ന പീഡനങ്ങളാണ്, പലതരത്തിലുള്ള പീഡനങ്ങളാണ്. ഇനി സഭയിൽ പിടിച്ചു വയ്ക്കാൻ പോകുന്ന ഒരു അവശിഷ്ട ഭാഗമുണ്ട്. അതാരായിരിക്കും വെച്ചാൽ ഒരു സഫറിങ് ചർച്ച ആയിരിക്കും. ലോകത്ത് രൂപപ്പെടാൻ പോകുന്നൊരു സഫറിങ് ചർച്ച. ഈശോയ്ക്ക് വേണ്ടി സഫറിങ് എടുക്കുന്നവർ സഹനം എടുത്തുകൊണ്ട് ചിലപ്പോൾ ഒറ്റപ്പെടും, അവഗണിക്കപ്പെടും, ജോലി നഷ്ടപ്പെടും, പ്രിയപ്പെട്ടവർ ഇറക്കിവിടും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോലും ഇറക്കിവിടും, ചിലപ്പോൾ സഭാ സമൂഹത്തിൽ നിന്ന് പോലും ചിലപ്പോൾ തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങൾ. സ്നേഹിച്ചവർ, നമ്മൾ വളരെ ആത്മാർത്ഥ കാണിച്ചവർ നമ്മൾ തള്ളിപ്പറയും. നമുക്കതിന് ആരോപണം ഉണ്ടാക്കും, കുറ്റാരോപണം ഉണ്ടാക്കും, ചെയ്യാത്ത കുറ്റങ്ങൾ നമുക്കത് പറഞ്ഞു വരത്തും, പീഡന ഭീഷണി ഉണ്ടാകും, ഈശോ തള്ളിപ്പറയാനുള്ള ഭീഷണി വരും, പലതരത്തിലും പല പ്രബോധനങ്ങൾ വരും, വിവാഹമെന്ന കുദാശയ്ക്കെതിരായിട്ടൊക്കെ വരും, പലതരത്തിൽ പുതിയ പുതിയ വിവാഹങ്ങളൊക്കെ ലോകത്ത് രൂപപ്പെടും. അതിലേക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാനുള്ള ഒരു ശക്തി നിനക്ക് ലഭിക്കണം. അതാണ് പ്രധാനപ്പെട്ടത്. ഏറ്റവും വലിയ ദൈവമാണ്. കാരണം ബാക്കിയെല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഈ ലോകത്തുള്ള എല്ലാവരും നഷ്ടപ്പെടുന്നതാണ്.
എന്ന് ഓർത്തോണം ഞാൻ പിടിച്ചു വെക്കുന്ന ഉൾപ്പെടെ ബന്ധങ്ങളായാലും സ്വന്തങ്ങളായാലും പണമായാലും സ്വത്തും നേട്ടവും പേരും പെരുമയും അത് ഇന്നില്ലെങ്കിൽ നാളെ നമ്മളെ കൈവിട്ടു പോകും. നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മളെ ഉപേക്ഷിച്ച് പറയും. മാതാപിതാക്കൾ ഉപേക്ഷിക്കാം, സഹോദരങ്ങൾ ഉപേക്ഷിക്കാം, അതിൽ നിന്ന് കൈവിട്ടു പോകാം. മക്കളിട്ടേച്ച് പോകുന്ന വരാം, പ്രിയപ്പെട്ടവരിട്ടേച്ച് വരാം, നമ്മൾ സ്നേഹിച്ചവരും നമ്മൾ സ്നേഹിച്ചവരും നമ്മൾ ശുശ്രൂഷിച്ചവരും പോലും നമ്മൾ തള്ളിപ്പറയും. അതിന് നടുവിൽ നിന്നുകൊണ്ട് ഈശോയാണ് ദൈവം, ഈശോയാണ് കർത്താവ് എന്ന് ഏറ്റു പറയാൻ ഇടയാകട്ടെ. പത്രോസിനെ പിടിച്ച് പുരോഹിത പ്രമുഖന്മാരുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ, അവർ പൊതു സമൂഹത്തിൽ വന്ന് നിൽക്കുമ്പോൾ, അവർ ഭീഷണിപ്പെടുത്തുമ്പോൾ, ആ സമൂഹം യഹൂദ സമൂഹം പത്രോസിനെ ഭീഷണിപ്പെടുത്തുമ്പോൾ അതിന് മുമ്പിൽ നിന്നുകൊണ്ട് പത്രോസ് പറഞ്ഞു, മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്, മനുഷ്യനേക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്, മനുഷ്യരെയല്ല ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ഉറപ്പിച്ച് പറയുക. അതിനുശേഷം പറയുക, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു, അവനെ മഹത്വത്തിലേക്ക് തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി എന്ന സത്യം അവർ കണ്ടതാണ്, അത് തൊട്ടതാണ്, അനുഭവിച്ചതാണ്. അതവർ ധൈര്യപൂർവ്വം ഏറ്റുപറയുന്നു. ആ സമയത്ത് അവർക്ക് എല്ലാം നഷ്ടപ്പെടും. സിനഗോഗിൽ നിന്ന് അവരെ പുറത്താക്കുന്നുണ്ട്, സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്, ആ ദേശത്ത് നിന്ന് പുറത്താക്കുന്നുണ്ട്. അവിടെ സമ്പത്തൊക്കെ അവർ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ചിലപ്പോൾ അവർ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ മേലാത്ത അവസ്ഥയാണ്. ചില സാഹചര്യങ്ങളിൽ ഇന്ന് ലോകത്ത് കാണാൻ പറ്റും. ക്രിസ്തുവിശ്വാസം ഏറ്റുപറയുമ്പോൾ ചിലപ്പോൾ ടാക്സേഷനൊക്കെ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും. കാരണം എല്ലാ പീഡനങ്ങളും വരും. കാരണം എല്ലാവരും ഭയപ്പെടുന്നത് ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ഈശോനെ ഏറ്റുപറയുന്നതാണ് എല്ലാവർക്കുള്ള അസ്വസ്ഥത. അവർ വേറെ ആരോടും അത് ചെയ്യുന്നില്ല. ഈശോയിൽ ഏറ്റുപറയുന്ന സത്യവിശ്വാസം ഏറ്റുപറയുന്നവരെ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സമൂഹം. പക്ഷെ അതിൻ്റെ മുമ്പിലാണ് ഭയപ്പെടാതെ ഏറ്റുപറയണം. കാരണം ന്യായവിധിയുടെ കാലം വരുന്നു, അന്ത്യവിധിയുടെ കാലമുണ്ട്. നീതിമാനായ ദൈവം എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്ന ദിവസമുണ്ട്. സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം നിനക്ക് ലഭിക്കും. സ്വർഗത്തിൽ നിത്യതയുടെ ആ വലിയൊരു കിരീടം നിനക്കുണ്ടത്. നീ സംശയിക്കാതെ നീ വിശ്വസിക്കണം. അത് ഏത് സാഹചര്യത്തിലും നീ ഏറ്റുപറയാൻ തയ്യാറാകണം. പരിശുദ്ധ അമ്മയും യോഹന്നാനും കർത്താവിൻ്റെ കുരിശിന് ചുവട്ടുന്നത് പോലെ സഭ ചില സമയത്ത് അത് സഭയെ, സമൂഹം, ലോകം, വിശ്വാസികളെ അത് ക്രൂരമായിട്ട് ഈശോയുടെ ഭൗതിക ശരീരമായ സഭയെ അത് ക്രൂരമായിട്ട് പീഡിപ്പിക്കുമ്പോൾ അതിന് മുമ്പിൽ ഓടിപ്പോകാതെ അവിടെ നിൽക്കാൻ തയ്യാറാകണം. അവിടെ നിന്നുകൊണ്ട് ഈശോ ഏറ്റുപറയാൻ ഒരു ശക്തി നിൽക്കും. അതുകൊണ്ടാണ് ഈ നാളുകളിൽ വചനം പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവാത്മാവിൽ നിറയാനും നമ്മൾ അഹോരാത്രം പരിശ്രമിക്കേണ്ടതിൻ്റെ കാരണം പ്രതികൂല സാഹചര്യം വരുമ്പോൾ ഈശോയെ എനിക്ക് ഏറ്റുപറയണം, എനിക്ക് ഈശോ തള്ളിപ്പറയരുത്, ഈശോ ഉപേക്ഷിക്കരുത്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. കാരണം പകല നഷ്ടപ്പെടും. നീ നേടിയെടുക്കുന്ന എല്ലാം, പണം, സ്വത്ത്, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ എല്ലാം നഷ്ടപ്പെടും. അത് ഓർത്താൽ മാത്രം മതി. നമുക്ക് ഈശോ ഏറ്റുപറയാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അതായത് ലോകത്തിൽ നമ്മൾ നേടുന്ന എല്ലാ കാര്യങ്ങളും ഒരു ദിവസം നമ്മളെ വിട്ടുപോകും. നമുക്ക് ആകെ സ്വന്തമെന്ന് പറയാൻ ദൈവം മാത്രമേ ഉള്ളൂ, അതും സത്യദൈവം, അത് ഈശോ മിശിഹാ മാത്രം. ആ ഒരു വിശ്വാസം എത്ര ആഴത്തിൽ നിന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം ഉറപ്പിക്കുമ്പോൾ ഈ പ്രതികൂല സാഹചര്യങ്ങളും കർത്താവിന് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് ധൈര്യം കിട്ടും. നമുക്ക് ഭയം കൂടാതെ കർത്താവിനെ ഏറ്റുപറയാൻ പറ്റും. അപ്പോൾ വലിയ അടയാളങ്ങളുണ്ടാകും നിൻ്റെ ജീവിതത്തെയും പ്രവർത്തിക്കും. അതുകൊണ്ട് ഈ നാളുകൾ എന്തെങ്കിലും അത്ഭുതങ്ങളോ രോഗശാന്തികളോ ഭൗതിക നേട്ടങ്ങളോ അതൊന്നുമല്ല ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. ആവശ്യം വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തിൽ അടിയുറയ്ക്കുക, വേര് പിടിക്കുക, ധൈര്യപൂർവ്വം ഏറ്റുപറയാനുള്ള ആ കൃപ ലഭിക്കട്ടെ. അതിനുവേണ്ടിയുള്ള വലിയ അനുഗ്രഹം കർത്താവിനോട് നമുക്ക് ചോദിക്കാം. ഇന്ന് പരിശുദ്ധാത്മ പ്രാർത്ഥിക്കുക. ആരാ സമയത്ത് ദൈവമേ സ്വർഗം തുറന്ന് അത് പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ വർഷിക്കണമേ. സുവിശേഷം ഏറ്റുപറയാൻ, ഈശോ ഏറ്റുപറയാൻ, എല്ലാ സാഹചര്യങ്ങളും ഈശോ ഏറ്റുപറയാനുള്ള ശക്തിയും ധൈര്യവും കൃപയും വചനവും ശക്തി എനിക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായി വർഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ഹല്ലേലൂയ. കൊടുക്കണമേ, നന്ദി യേശുവിട്ട് കൊടുക്കണം. വേദനിക്കുന്ന മക്കളെ യേശു അനുഗ്രഹിക്കട്ടെ. സമയത്ത് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കർത്താവിൻ്റെ കൃപ ലഭിക്കട്ടെ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പൈശാചിക പീഡകൾ ഞങ്ങളെ വിട്ടുപോട്ടെ. സങ്കീർത്തനം 65 മുതൽ. ദൈവമേ, സീയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു.
അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ അങ്ങ് തന്നെ തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഞങ്ങൾ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവർത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു. ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ കണ്ട് ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. അവിടുന്ന് അതിൻ്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു. കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. സമ്പത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു. കുന്നുകൾ സന്തോഷമണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് വാർത്ത് പാടുന്നു. സ്തുതിക്ക് ആരാധന, ആരാധന, ആരാധന. എൻ്റെ ഈശോയെ അനുഗ്രഹിക്കണേ, ദേശങ്ങളെ അനുഗ്രഹിക്കണേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, ബന്ധനങ്ങൾ പൊട്ടിച്ചേരണേ. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ, സ്വന്തമേ, അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. സ്നേഹമേ, സ്വന്തമേ, അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ആരാധന, 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 ഹല്ലേലൂയ, ആരാധന, ആരാധന, ശോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശോ ആരാധന, 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 ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന.